തിരുസഭയിലെ എല്ലാ പ്രസംഗങ്ങളും വിശുദ്ധ ഗ്രന്ഥം നിലനിർത്തപ്പെടുകയും നയിക്കപ്പെടുകയും വേണം. പ്രഘോഷിക്കുന്ന സന്ദേശം ദൈവവചനത്തോട് വിശ്വസ്തമാണെന്ന് ഉറപ്പാക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം എല്ലാ ദൈവശാസ്ത്ര ചിന്തകൾക്കും പാസ്റ്ററൽ ശുശ്രൂഷയ്ക്കും അടിസ്ഥാനം നൽകുന്നു. ജ്ഞാനത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും ഒരു സമ്പന്നമായ ഉറവിടം വാഗ്ദാനം ചെയ്യുന്നു. പ്രസംഗകർ വിശുദ്ധ ഗ്രന്ഥം ധ്യാനിക്കുകയും അത് ശ്രദ്ധാപൂർവം പഠിക്കുകയും അതിൻ്റെ അർത്ഥവും പ്രയോഗവും മനസ്സിലാക്കാൻ പ്രാർത്ഥനാപൂർവ്വം ശ്രമിക്കുകയും ചെയ്യണം. പ്രസംഗത്തിൻ്റെ ലക്ഷ്യം കേവലം വിനോദിപ്പിക്കുകയോ പ്രചോദിപ്പിക്കുകയോ മാത്രമല്ല, സുവിശേഷ സന്ദേശം അതിൻ്റെ പൂർണ്ണതയിൽ കേൾവിക്കാരെ വിശ്വാസത്തിലും അനുസരണത്തിലും പ്രതികരിക്കാൻ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രഘോഷിക്കുക എന്നതുകൂടിയാണ്. ഫലപ്രദമായ പ്രസംഗത്തിന് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും അതിൻ്റെ സന്ദേശം സമകാലിക പ്രേക്ഷകരുടെ ജീവിതങ്ങളുമായും അനുഭവങ്ങളുമായും ബന്ധിപ്പിക്കാനുള്ള കഴിവും ആവശ്യമാണ്. പ്രസംഗത്തിനുള്ള അടിസ്ഥാന ഉറവിടം വിശുദ്ധ ഗ്രന്ഥമാണെന്ന് സഭ തിരിച്ചറിയുന്നു. സ്നേഹത്തോടെ സംസാരിക്കുന്ന പിതാവിൻ്റെ വാക്കുകൾ അത് നൽകുന്നത്. തങ്ങളുടെ പ്രസംഗത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉറപ്പിക്കുന്നതിലൂടെ ശുശ്രൂഷകർക്ക് തങ്ങളുടെ സഭകളെ ദൈവഹിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയിലേക്കും ക്രിസ്തുവുമായുള്ള കൂടുതൽ ആഴത്തിലുള്ള ബന്ധത്തിലേക്കും നയിക്കാൻ കഴിയും.